അങ്ങനെ പി സി ജോർജ് കാവിക്കൊടി പാറിക്കുമെന്ന് ഉറപ്പായി. BJP ജനപക്ഷം സെക്കുലർ BJP ലയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പി സി ജോർജ്. BJPയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം. നദിയിൽ തോട് ചേരുന്നു, അത്രയേ പറയാനാകൂ എന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും പി സി ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന നിർബന്ധമില്ല. എന്നാൽ പാർട്ടിയിൽ ചേർന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ നിൽക്കാനാണ് നിർദ്ദേശമെങ്കിൽ നിൽക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുകയാണ്. നെഹ്റു മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നതാണ് ശരിയെന്നാണ് പാർട്ടിയിൽ എല്ലാവരുടെയും അഭിപ്രായമെന്ന് മോദിയെ ചൂണ്ടി പി സി പറഞ്ഞു. നേരത്തെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ NDAയിൽ ചേരാൻ ധാരണയായിരുന്നു. ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ 5 അംഗ സമിതിയെയും അവർ നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമായിരുന്നു പി സി ജോർജ്. അടുത്തിടെ വീണ്ടും മുന്നണിയുടെ ഭാഗമാകാനുള്ള താല്പര്യം ജോർജ് അറിയിച്ചപ്പോൾ ലയനമെന്ന നിബന്ധന BJPയാണ് മുന്നോട്ട് വെച്ചത്. പി സി ജോർജ് വീണ്ടും എത്തുന്നതോടെ മധ്യ കേരളത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിലാണ് BJP. അതേസമയം പി സി BJP കേന്ദ്ര നേതൃത്വവുമായി ഡൽഹിയിൽ ചർച്ച നടത്തുമെന്നാണ് റിപ്പോർട്ട്. പാർട്ടി അംഗത്വം എടുക്കണമെന്ന നിലപാടിലാണ് BJP. ഇതോടെ ജനപക്ഷം പിരിച്ചുവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. എന്നാൽ പാർട്ടി BJP ലയിക്കുമെന്നാണ് പി സിയുടെ നിലപാട്. ഇതിൽ അന്തിമ തീരുമാനം വൈകാതെ തന്നെ ഉണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളോടടുപ്പിക്കാൻ പി സി ജോർജിനെ പാർട്ടിയിൽ ചേർക്കാൻ BJP മാസങ്ങൾക്ക് മുൻപേ നീക്കങ്ങൾ നടത്തിയിരുന്നു. BJP അംഗത്വമെടുത്താൽ പത്തനംതിട്ട ലോക്സഭാ സീറ്റ് പി സി ജോർജിന് നൽകാമെന്ന വാഗ്ദാനമാണ് പാർട്ടി മുന്നോട്ട് വെച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയാണ് പത്തനംതിട്ടയിൽ BJP മത്സരത്തിന് ഇറക്കിയത്. അന്ന് 3ാം സ്ഥാനത്ത് എത്തിയ കെ സുരേന്ദ്രന് ലഭിച്ചത് 2,97,396 വോട്ടുകളായിരുന്നു. ഇതിനൊപ്പം മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ആകർഷിക്കാൻ പി സി ജോർജ് എത്തിയാൽ സാധിക്കുമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടുതൽ ഘടകകക്ഷികളെ മുന്നണിയിൽ ചേർക്കാനാണ് BJPയുടെ ശ്രമം. പി സി ജോർജിന്റെ ജനപക്ഷം സെക്യുലർ പാർട്ടി ഘടകകക്ഷിയാകുന്നതിനേക്കാൾ BJPക്ക് താല്പര്യം പി സി ജോർജ് പാർട്ടി അംഗമാകുന്നതാണ്. ഘടകകക്ഷി എന്ന നിലയ്ക്ക് മത്സരിച്ച് വിജയിച്ച ശേഷം പി സി ജോർജ് മുന്നണിയിൽ തന്നെ തുടർന്നില്ലെങ്കിലോ എന്ന ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് NDAയുമായി സഹകരിച്ചിരുന്നു. UDFിലേക്കുള്ള വാതിൽ പൂർണ്ണമായും അടഞ്ഞുവെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലായിരുന്നു പി സി ജോർജ് BJP പാളയത്തിൽ എത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം പി സി ജോർജ് BJPക്കൊപ്പം നിൽക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് പി സി ഈ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതിനിടയിൽ മോദിയെ പുകഴ്ത്തി പി സി എത്തിയതും ശ്രദ്ധേയമായി. മോദി രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് ജനങ്ങളെ കാണുന്നത്. അദ്ദേഹം ചെയ്ത എത്രയോ നല്ല കാര്യങ്ങൾ ഇതിനു മുൻപ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? നരേന്ദ്രമോദി എന്ന വ്യക്തിയെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് ഇന്ത്യ രാജ്യം മുഴുവനായും വരുമെന്നാണ് താൻ കരുതുന്നത്. താൻ 100% അവരെ പിന്തുണയ്ക്കുന്നു. തങ്ങൾ NDA ആകാൻ തയ്യാറാണെന്നും ഘടകകക്ഷിയാകേണ്ടതില്ലെന്നും പി സി ജോർജ് മുൻപ് പറഞ്ഞിരുന്നു. എന്തായാലും പി സി BJPക്കൊപ്പം പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്.